ഓരോ ദിവസം കഴിയുന്തോറും എന്തുകൊണ്ടാണ് റോജർ പൈററ്റ് കിങ് ആയത് എന്നതിന് കൂടുതൽ തെളിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചാപ്റ്റർ 1191 സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. സോ സ്പോയിലേഴ്സ് അനുസരിച്ച് ഈമു സ്കോപ്പർ ഗബാനെ കുറിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. സ്കോപ്പർ ഗബാൻ ഇത്രയും സ്ട്രോങ് ആവുമെന്ന് ഈമുവിന് ഗോഡ് വാലി വെച്ച് അറിയായിരുന്നുവെങ്കിൽ സ്കോപ്പർ ഗബാനെയും റോക്സിനെ തീർത്തതുപോലെ തീർത്തേനേന്ന്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, 80 വയസ്സുള്ള സ്കോപ്പർ ഗബാനെയാണ് പ്രൈം റോക്സുമായിട്ട് ഇവിടെ ഈമു കമ്പയർ ചെയ്യുന്നത്. നമ്മൾ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കോപ്പർ ഗബാൻ റോജർ പൈററ്റ്സിലെ 3rd സ്ട്രോങ്ങസ്റ്റ് മെമ്പറാണ്. സോ ഈമു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ബിയർഡ് എന്തുകൊണ്ടാണ് സിൽവേഴ്സ് റെയിലിനെ പേടിച്ച് ഓടിയത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടെ സെൻസ് വരുന്നുണ്ട്. ഒരു കാലത്ത് കൈഡോയും ബിഗ് മാമും ഒക്കെ സിൽവേഴ്സ് റെയിലിനെയും സ്കോപ്പർ ഗബാനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൈഡോയും ബിഗ് മാമും ഒക്കെ റോജറിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് മാന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പൈററ്റ് കിങ് എത്ര പവർഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. 2 യോങ്കോ ലെവൽ ക്യാരക്ടേഴ്സിനെ ഇടങ്കയും വലങ്കയുമായി വെക്കാൻ പറ്റുന്ന ഒരാൾക്ക് പൈററ്റ് കിങ് ആവാൻ പറ്റുള്ളൂ. ഇതാണ് ഫൈനൽ വാറിന് മുമ്പ് സാഞ്ചിയും സോറോയും എത്തേണ്ട ലെവൽ.